NSS ഈ ജനിച്ച പിന്നെ NSS കയറുന്നത് അന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താൻ അയാൾ കയറുന്നത്. ആയരാ അയാൾക്ക് എന്ത് അയാൾ ഇയാളെ NSSനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവരാരും അവർ തീർന്നിട്ടുള്ളതല്ലാതെ ഇവിടെ വേറെ ഞങ്ങൾക്കൊന്നും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. എന്നാ തീർത്താനാ ഉണ്ട്. അതിൻ്റെ പിന്നില് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതാ പാവം പിടിച്ച വൈസ് പ്രസിഡന്റിനെ കൂടെ അതിനകത്ത് വലിച്ചടച്ചെന്നുള്ളൂ. ഡൽഹിയിലുള്ള കരയോഗമാണ്. ആ കരയോഗം NSSുമായി ഒരു ബന്ധമില്ലാത്ത, അവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആ കരയോഗക്കാർക്ക് നമ്മളോട് ഈർഷ്യമുണ്ട്. കാരണം ലോകത്തെ മുഴുവൻ സംഘടനയാക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തി, എന്നിട്ട് നമ്മുടെ മേളിൽ കൊട പിടിക്കാൻ വേണ്ടി. അത് നടന്നില്ല. ഇപ്പോൾ ലോകം മുഴുവൻ നായന്മാരുണ്ട്. അവര് ഡൽഹിക്കാണ് വരുന്നത്, കേരളത്തിലേക്കാണ് വരുന്നത്. അവരുടെയൊക്കെ തറവാട് ഇവിടെ തന്നെ. അവിടെ അല്ല NSSുമായി ഒരു ബന്ധവും ഇല്ല. അത് തീർത്ത് പറയാം. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ നിലപാട് അങ്ങ് സ്വാഗതം ചെയ്യുന്നു. എന്തോ രാജീവ് ചന്ദ്രശേഖർ അല്ല, അത് അദ്ദേഹത്തിന്റെ മര്യാദ. ഈ രണ്ടുപേരെയും രാജീവ് ചന്ദ്രശേഖർ തിരുത്തുമ്പോൾ സ്വാഭാവികമായും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ NSSുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു പരസ്യ പ്രതികരണം സുരേഷ് ഗോപി കുറച്ചുകൂടി ഒന്നുകിൽ അവിടെയുള്ളവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രവർത്തനം ഉണ്ടാകും, കോസ്മിക് ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ ഇയാൾ എന്തുകൊണ്ടാണ് ചൂലുകൊണ്ട് അടിച്ചു വാരുമെന്നാണോ പറഞ്ഞത്? അവിടെ ഇയാളൊരു പുല്ലും ചെയ്യാനല്ലെന്ന് NSSന്. പ്രത്യേക പ്രതിനിധികൾ വഴി ഇപ്പോ മുഖ്യമന്ത്രി ഒരു അനുനയത്തിന് ശ്രമിക്കുന്നുണ്ടോ? അതിനോട് എനിക്കറിയാം. അദ്ദേഹം ശ്രമിച്ചു കേട്ടോ, നമ്മളില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ കോളും വേണം. ഇപ്പോൾ ഈ മന്ത്രിസഭയിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും അല്ലെങ്കിൽ ഒരു ശതമാനം ആൾക്കെങ്കിലും മുഖ്യമന്ത്രിയുടെ അതേ നിലപാട് അല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? പലരും പറഞ്ഞു. മന്ത്രിമാരാരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു? ആരുമില്ല. ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വിമർശിച്ചിട്ടില്ല, ഞങ്ങളെയും വിമർശിച്ചിട്ടില്ല. രമേശ് പറഞ്ഞു ഞാനാണ് കാണുന്നു. എന്നാൽ ഈ പ്രവൃത്തി ശരിയല്ല എന്ന് പറയാൻ ഉള്ള ആത്മധൈര്യം അദ്ദേഹത്തിനുമില്ല. നേരത്തെ കോൺഗ്രസിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ശക്തമായി പറയുന്ന ആളുകളുണ്ടായിരുന്നു, തിരുത്തൽ ശക്തികളായി നിലനിന്ന ആളുകൾ. അപ്പോൾ അതിന്റെ ഒരു അഭാവം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രി ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ അതിനെ തിരുത്താൻ കഴിയുന്ന ആളുകളില്ല തോന്നുന്നുണ്ടോ? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ? രാഹുൽ ഗാന്ധി എവിടെ പോയി? പിന്നെ കോൺഗ്രസിന്റെ കാര്യം പറയണം.
കൊടുത്തു കുഴപ്പമൊന്നുമില്ല. രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രകടനത്തെ എങ്ങനെയായിട്ടും തൂഫാനൊക്കെ ആയിട്ട് മികച്ച രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. അതിനേക്കാൾ പേരുണ്ട്. പുള്ളി നീന്തി കയറാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. ആ അതിനിടയിൽ ഇവരുടെ ഇടയ്ക്ക് ജീവിക്കാൻ വേണ്ടി അങ്ങനെ കഷ്ടപ്പെടുന്നു. വേറെ ആരിലേക്കും ശ്രദ്ധ പോകുന്നത് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്ന് തോന്നലുണ്ടാകുന്നുണ്ട്. വേറെ ആർക്കും ശ്രദ്ധ കിട്ടുന്നത് അതത്ര മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള കാര്യമല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, ആരുടെ ഈ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റാരിലേക്കും മറ്റു മന്ത്രിമാരിലേക്കൊന്നും ശ്രദ്ധ പോകുന്നത് താല്പര്യമില്ല എന്നൊരു തോന്നലുണ്ടാകും. ഇല്ല, ഞാനതൊന്നും പറഞ്ഞ ആളല്ല. എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല, ഞാനത് പറയത്തുമില്ല. വി ഡി സതീശൻ എന്നുള്ള ആ വ്യക്തിയോടുള്ള നമ്മുടെ നിലപാടിന് യാതൊരു മാറ്റവുമില്ല. അതിന് എന്ത് പറഞ്ഞാലും ഇല്ല. കാരണം ഇത്ര അപമാനിക്കാൻ അതായത് ഇത്രയും ഒരു വലിയ പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരാവശ്യം സംസാരിക്കാൻ വിളിച്ചതാണ്. അത് സമയം ചോദിച്ചിട്ട് തരാതെ, മറുപടി പോലും പറയാതെ ഇത്ര നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾക്ക് വാശി തോന്നാതിരിക്കുമോ? നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചോദിക്കാതെ ചോദിച്ചു. ഞാൻ റെഡിയായിരിക്കുക, പട്ടിണി ചോറും ഒന്നും കൊണ്ടാതിരിക്കുക. ഈ വിഷയത്തിൽ അനുമതി ചോദിച്ചതുമായ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയോട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞാനോ? ഇല്ല, ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല, ഒരു മനുഷ്യരോട് സംസാരിച്ചിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടിട്ടുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല.